ഹലോ സുഹൃത്തെ, നമസ്കാരം. ജേഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 16, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. രാജസ്ഥാനിലെ ജയ്സൽമേർ ഡിസ്ട്രിക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയറിംഗ് റേഞ്ച് ആണ് പോക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച്. 2024 ഏപ്രിൽ 13 ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഇന്ത്യൻ ആർമിയും സംയുക്തമായിട്ട് ഒരു ടെസ്റ്റ് ഫയർ നടത്തി ഒരു മിസൈലിന്റെ. ആ മിസൈലിന്റെ പേരാണ് മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, MPATGM എന്ന് പറയുന്ന മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. ഈ മിസൈലിന്റെ റേഞ്ച് ആണ് 200 മീറ്റർ മുതൽ 4000 മീറ്റർ വരെ. 2015 ഡിസൈൻ ചെയ്തിട്ടുള്ള MPATGM എന്ന ഈ ഒരു ഗൈഡഡ് മിസൈലിന്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ നാഗ് എന്ന മിസൈൽ നിന്നാണ്. ഇതിന്റെ ഉൽപാദനം അല്ലെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറിംഗ് നടക്കുന്നത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിലാണ്. MPATGM എന്ന മിസൈൽ ഇതിന്റെ പരീക്ഷണമായിരുന്നു 2024 ഏപ്രിൽ 13 പോക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ വെച്ച് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ചെയർമാൻ ആയിട്ടുള്ള സമീർ ബി കമത്ത് ഈ ഒരു ടെസ്റ്റ് ഫയർ സക്സസ്ഫുൾ ആയതിനെ അനുമോദിച്ചു. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ചെയർമാൻ ആണ് സമീർ ബി കാമത്ത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ തികച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രോഹിത് ശർമ്മ. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള രോഹിത് ശർമ്മ T20 ക്രിക്കറ്റിൽ 500 സിക്സ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് മാറി. എന്നാൽ വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിസ് ഗെയിൽസ് ആണ് T20 ക്രിക്കറ്റിൽ 1056 സിക്സ് നേടിയിട്ടുള്ള താരം. 1056. തൊട്ടുപുറകെ വെസ്റ്റ് ഇൻഡീസിന്റെ കിരോൺ പൊളാർഡ് 860 സിക്സ്, ആൻഡ്രി റസൽ 678 സിക്സ്, കോളിൻ മൺറോ 548 സിക്സ്. ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ രോഹിത് ശർമ്മ 500 സിക്സ് ആണ്. 2024 ബാഡ്മിന്റൺ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? ജോനാഥൻ ക്രിസ്റ്റി. ഇന്തോനേഷ്യയുടെ ഒരു പ്രൊഫഷണൽ താരമാണ് ജോനാഥൻ ക്രിസ്റ്റി. ജോനാഥൻ ക്രിസ്റ്റിയാണ് 2024 ബാഡ്മിന്റൺ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെൻസ് സിംഗിൾസിൽ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ മത്സരം നടന്നിട്ടുള്ളത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിലെ നിങ്ബോ എന്ന സ്ഥലത്താണ്. നിങ്ബോ എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ബാഡ്മിന്റൺ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ജോനാഥൻ ക്രിസ്റ്റി 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്ത് ലീ ഷിങ് ഫെങ്. അതേപോലെ തന്നെ വിമൻസ് സിംഗിൾസിലാണെങ്കിൽ ചൈനയുടെ വാങ് ഷി ആണ് വിജയിച്ചിട്ടുള്ളത്. അതേ രാജ്യത്തെ ഷെൻ യൂഫിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചൈനയുടെ വാങ് ഷി ബാഡ്മിന്റൺ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ വിമൻസ് സിംഗിൾസിൽ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിക്കൊണ്ട് ചാമ്പ്യൻസ് പദവി നേടിയിട്ടുള്ളത് ചൈനയാണ്. തൊട്ടുപുറകെ സൗത്ത് കൊറിയ, 3ാം സ്ഥാനത്ത് ഇന്തോനേഷ്യ. CBIയിൽ ജോയിന്റ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആരാണ്? അനുരാഗ് കുമാർ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇതിന്റെ ജോയിന്റ് ഡയറക്ടർ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അനുരാഗ് കുമാർ ടേക്ക് ഓവർ ചെയ്തു. അനുരാഗ് കുമാറിനെ നിയമിച്ചു. ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ് ഈ നിയമനം നടത്തിയിട്ടുള്ളത്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പോസ്റ്റ് ആണ് ഡയറക്ടർ. ഇതിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആണ് പ്രവീൺ സൂദ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1963 ഏപ്രിൽ 1 പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഇന്ത്യയുടെ ആളോഹരി പ്ലാസ്റ്റിക് മാലിന്യ ഉൽപാദനം എത്രയാണ്? പ്രതിവർഷം 8 കിലോ. 2024 ഏപ്രിൽ 12 പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ റിപ്പോർട്ട് പുറത്തിറക്കി. അതായത് ഇന്ന് ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് ഇന്ന് ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് എത്തിയിട്ടുള്ള ദിവസത്തെയാണ് പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആളോഹരി പ്ലാസ്റ്റിക് മാലിന്യ ഉൽപാദനമാണ് 8 കിലോ. അതായത് ഒരു വർഷം ഏതാണ്ട് 8 കിലോ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ഓരോ വ്യക്തികളും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിലെ നോൺ പ്രോഫിറ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള EA എർത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ന് ലോകത്ത് 12ഓളം രാജ്യങ്ങളാണ് പ്ലാസ്റ്റിക് വേസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. ഏതാണ്ട് 60% പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഈ 12 രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. ഇന്ത്യയും ഈ 12 രാജ്യങ്ങളിൽ വരുന്ന ഒരു രാജ്യമാണ്. ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത് 12 ഏപ്രിൽ 2024. എറിട്രിയ എന്ന രാജ്യമാണ് പ്ലാസ്റ്റിക് മിസ്മാനേജ്മെന്റ് വേസ്റ്റ് ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യം. അതുപോലെ തന്നെ ഏറ്റവും താഴെ നിൽക്കുന്ന രാജ്യമാണ് ബർമുഡ. സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രി ആരായിരിക്കും? ലോറൻസ് വോങ്. സിംഗപ്പൂരിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലോറൻസ് വോങ് ഈ വരാൻ പോകുന്ന മെയ് 15 രാജ്യത്തെ 4ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചുമതലയേൽക്കും. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആണ് സിംഗപ്പൂരിന്റെ ലീ സിയാൻ ലൂങ്. അദ്ദേഹത്തിൽ നിന്നാണ് ലോറൻസ് വോങ് മെയ് 15 4ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത്.
പീപ്പിൾസ് ആക്ഷൻ പാർട്ടിയുടെ നേതാവായിട്ട് വോങ് തന്റെ അധികാരം ഏറ്റെടുക്കുമെന്നാണ് ലീ ഈ കഴിഞ്ഞ നവംബറിൽ പ്രഖ്യാപിച്ചിരുന്നു. അതായത് 2025 നവംബറിലാണ് വരാൻ പോകുന്ന ജനറൽ ഇലക്ഷൻ. 2004 മുതൽ ആണ് ലീ സിയാൻ ലോങ് സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മെയ് 15 മുതൽ ലോറൻസ് വോങ് ആയിരിക്കുള്ളൂ സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ. നൈഫ് എന്ന തന്റെ ഓർമ്മക്കുറിപ്പ് പുറത്തിറക്കാൻ തയ്യാറായ ബ്രിട്ടീഷ് അമേരിക്കൻ എഴുത്തുകാരന്റെ പേര് സൽമാൻ റഷ്ദി. ബ്രിട്ടീഷ് അമേരിക്കൻ ഓഥർ ആയിട്ടുള്ള സൽമാൻ റഷ്ദിയുടെ ഓർമ്മക്കുറിപ്പാണ് നൈഫ് എന്ന ഓർമ്മക്കുറിപ്പ്. ഈ അടുത്ത് അദ്ദേഹം പുറത്തിറക്കാൻ പോകുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ് നൈഫ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അതായത് 2022 ഒരു പൊതുപരിപാടിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു കണ്ണിലേക്ക് കുത്തേൽക്കുകയും അതിലൂടെ അദ്ദേഹത്തിന് ആ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു അനുഭവമായിരുന്നു 2022. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് നൈഫ് എന്ന ഓർമ്മക്കുറിപ്പ് അദ്ദേഹം റിലീസ് ചെയ്യാൻ പോകുന്നത്. സൽമാൻ റഷ്ദിയാണ്. ഇദ്ദേഹം ബ്രിട്ടീഷ് അമേരിക്കൻ ഓഥർ ആണ്. അദ്ദേഹത്തിന്റെ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പുസ്തകമാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന പുസ്തകം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡെസ്റ്റിനേഷൻ പേഴ്സണൽ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ നടിയുടെ പേര് അവന്തിക വന്ദനാപൂ. 2024 മ്യൂസിക്കൽ കോമഡി മീൻ ഗേൾസ് എന്ന ചിത്രത്തിലെ കാരൻ ഷെട്ടി എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തയായിട്ടുള്ള ഇന്ത്യൻ അമേരിക്കൻ നടിയാണ് അവന്തിക വന്ദനാപൂ. അതായത് മീൻ ഗേൾസ് എന്ന ചിത്രത്തിലെ കാരൻ ഷെട്ടി എന്ന കഥാപാത്രത്തിലൂടെയാണ് വന്ദനാപൂ വളരെ പ്രശസ്തി നേടിയിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യൻ അമേരിക്കൻ നടിയായിട്ടുള്ള അവന്തിക വന്ദനാപൂവിനെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് ഏഷ്യൻ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് നൽകി ആദരിക്കുകയാണ്. വെറും 19 വയസ്സുള്ള അവന്തിക ബിഗ് ഗേൾസ് ഡോൺ ക്രൈ എന്ന ഇന്ത്യൻ സീരീസിലും വളരെ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഇന്നലെ ഏപ്രിൽ 15 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, അന്തർ സംസ്ഥാന കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? ഇതിന്റെ ഉത്തരം പ്രൈം മിനിസ്റ്റർ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ. എല്ലാ സംസ്ഥാനത്തെയും യൂണിയൻ ടെറിട്ടറീസിലെ ചീഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണേഴ്സ്, 6 യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, ഹോം മിനിസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന ഒന്നാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഈ ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ തികച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രോഹിത് ശർമ്മ. 2024 ബാഡ്മിന്റൺ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? ജോനാഥൻ ക്രിസ്റ്റി. CBIയിൽ ജോയിന്റ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആരാണ്? അനുരാഗ് കുമാർ. പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഇന്ത്യയുടെ ആളോഹരി പ്ലാസ്റ്റിക് മാലിന്യ ഉൽപാദനം എത്രയാണ്? പ്രതിവർഷം 8 കിലോ. 2024 ഏപ്രിൽ 13 ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി വികസിപ്പിച്ച മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആയുധ സംവിധാനം ഏത് ശ്രേണിയിലാണ് പരീക്ഷിച്ചത്? പോക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച്. സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രി ആരായിരിക്കും? ലോറൻസ് വോങ്. നൈഫ് എന്ന തന്റെ ഓർമ്മക്കുറിപ്പ് പുറത്തിറക്കാൻ തയ്യാറായ ബ്രിട്ടീഷ് അമേരിക്കൻ എഴുത്തുകാരന്റെ പേര് സൽമാൻ റഷ്ദി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡെസ്റ്റിനേഷൻ പേഴ്സണൽ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ നടിയുടെ പേര് അവന്തിക വന്ദനാപൂ. ഇന്ന് ഏപ്രിൽ 16 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹൂ ഇസ് ദ കറന്റ് ഡയറക്ടർ ഓഫ് ദി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ നിലവിലെ ഡയറക്ടർ ആരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഓരോ ദിവസവും ജേഡിസ് കറണ്ട് അഫയേഴ്സ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.